ഇപ്പോൾ നമ്മൾ സ്നാപ്ചാറ്റിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺടാക്ട്സിലുള്ള എല്ലാവർക്കും നോർമലി ആ ഒരു സ്റ്റോറി കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട്സിലുള്ള ചില ആൾക്കാരെ മാത്രം ഈ ഒരു സ്റ്റോറി കാണുന്നതെന്ന് ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്ചാറ്റിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണുന്നതിന് നമ്മുടെ ഫ്രണ്ട്സിൽ ചില ആൾക്കാരെ മാത്രം എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വ്യൂ മൈ സ്റ്റോറി എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പം പ്രൈവസി കൺട്രോളിൻ്റെ താഴെയായിട്ടായിരിക്കും ആ ഒരു ഓപ്ഷൻ കാണുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഫ്രണ്ട്സ് ഓൺലി എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, പിന്നെ കസ്റ്റം എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഇതിൽ നിന്ന് ആരെയാണോ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്ലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരാൾ വെച്ചിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം നിങ്ങളുടെ സ്റ്റോറി കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസ് ഉണ്ടെങ്കിൽ അവരെ മാത്രം ബ്ലോക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിട്ടുണ്ടാവില്ല, ആ ഒരു സ്റ്റോറി കാണാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്നാപ്ചാറ്റിൽ സ്റ്റോറി ചില ആൾക്കാരിൽ നിന്ന് മാത്രം ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.